വാഴ്ത്തിയിടുവേ. ദേവാദി ദേവനെ രാജാദി രാജാവേ വാഴ്ത്തി വണങ്ങിടുവേ. ദേവാദി ദേവനെ രാജാദി രാജാവേ വാഴ്ത്തി വണങ്ങിടുവേ. ദൈവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 46 സങ്കീർത്തനം 8 വാക്യം. വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. ഇന്നത്തെ വാക്യം ഒരു ക്ഷണമാണ്. വരുവീൻ, നോക്കുവീൻ. ദൈവം ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ ശക്തിയും നാം ഓർക്കണമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭയവും പ്രശ്നങ്ങളും പരീക്ഷകളും ഉണ്ടാകാം. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. അവൻ തൻ്റെ ജനത്തിനു വേണ്ടി ഇടപെടുന്നവനുമാണ്. ഈ സങ്കീർത്തനത്തിൽ ദൈവം യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതായി കാണിക്കുന്നു. മനുഷ്യൻ ശക്തി നിന്ന് തോന്നിയാലും യഥാർത്ഥ അധികാരം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അവൻ ഭൂലോകത്തെ നിയന്ത്രിക്കുന്നവനും പരിപാലിക്കുന്നവനുമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ വലുതായി കാണുന്നവരാണ്. എന്നാൽ ദൈവം നമ്മുടെ പ്രശ്നങ്ങളെക്കാളും വലിയവനാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ഓർക്കുക എന്നതാണ്. ഇന്നും അവൻ പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കുക. നാളെയും അവൻ പ്രവർത്തിക്കുവാൻ ശക്തനാണ്. അവൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. നമ്മുടെ ജീവിതത്തിലെ രക്ഷയും ആശ്വാസവും വഴികാട്ടലും ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? 1, അവന് നന്ദി പറയണം. 2, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. 3, മറ്റുള്ളവരിലേക്ക് ദൈവമഹത്വം എത്തുന്ന തരത്തിൽ സാക്ഷ്യ ജീവിതത്തിൻ്റെ ഉടമകളായിത്തീരണം. പ്രിയമുള്ളവരെ, ദൈവം ശക്തനാണ്. അവൻ ചരിത്രത്തെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ ഭയപ്പെടാതെ അവൻ്റെ പ്രവൃത്തികളിൽ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഈ നാളുകൾ നമുക്കൊരുങ്ങാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിഞ്ഞ് ദിനംപ്രതി നന്ദി കരയറ്റുന്നവരായി ഞങ്ങളെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.